നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു മുൻ മന്ത്രിയുടെ പ്രതികരണം വരുമ്പോൾ ആ പ്രതികരണത്തിന് താഴെ മലയാളികൾ എഴുതുന്ന ഒരു എഴുത്തുണ്ട്. ഇതാ സെപ്റ്റിക് ടാങ്ക് തുറന്നു വിട്ടിരിക്കുന്നു, മനുഷ്യരെ ശ്രദ്ധിക്കുക, മലയാളികളെ ശ്രദ്ധിക്കുക എന്ന ആ വാചകം വരുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ ഏതാണ് ആ എക്സ് മന്ത്രി എന്നുള്ളത്. അതെ, എം മണിയെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്, പ്രതികരണങ്ങൾ വന്നിരിക്കുന്നത്. അദ്ദേഹം ഇത്തവണയും ഇതാ അമിട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് പരസ്യമായി ഭീഷണിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. CPM നേതാവ് എം മണിയുടെ ഭീഷണിപ്പെടുത്തൽ അങ്ങ് നടന്നു പോകുമ്പോൾ ഇത്തവണത്തെ ഈ ഭീഷണിപ്പെടുത്തലിൽ പോലീസ് കേസെടുക്കുമെന്ന് വ്യക്തമാവുകയാണ്. ഭരണപക്ഷം മാറിയെന്നും അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ ഭരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ രമേശ് ചെന്നിത്തലയുടെ പോലീസും എല്ലാവരും ചേർന്ന് എം മണിയെ പൂട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മര്യാദയ്ക്ക് അല്ലെങ്കിൽ ഫോറസ്റ്റുകാർ വഴിയെ നടക്കില്ല എന്നും മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ നിയമം കയ്യിലെടുക്കേണ്ടി വരുമെന്നുമാണ് എം മണിയുടെ ഭീഷണി. റവന്യൂ ഭൂമി വനംവകുപ്പ് കൈയെടുക്കുന്ന എന്നാരോപിച്ച് ഇടുക്കി കഞ്ഞിക്കുഴിയിൽ കർഷക സംഘം നഗരംപാറ റേഞ്ച് ഓഫീസിലേക്ക് സംഘടിപ്പിച്ച പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം മണി. എന്തായാലും വീട്ടിൽ ഭാര്യയും മക്കളും ഉണ്ടെന്ന കാര്യം ഉദ്യോഗസ്ഥർ ഓർക്കണമെന്നും വീട്ടിൽ മടങ്ങി വരുമെന്ന് പറഞ്ഞല്ലേ തങ്ങൾ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങിയത് എന്നുമാണ് മണി പറയുന്നത്. 150 വർഷം മുൻപ് വനമായിരുന്നു എന്ന് പറഞ്ഞ് താമസിക്കുന്ന സ്ഥലം പിടിച്ചെടുക്കാൻ വരേണ്ടെന്നും വന്നാൽ അവിടെ വെച്ച് നേരിടുമെന്നും അദ്ദേഹം പറയുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതിന് പുറമെ മുഖ്യമന്ത്രിയെയും വനംവകുപ്പ് മന്ത്രിയെയും പ്രസംഗത്തിൽ മണി വിമർശിച്ചു. VD സതീശൻ തിരുവനന്തപുരത്ത് ഇരുന്നാൽ മതിയെന്നും ആളുകളെ കൂട്ടി സെക്രട്ടേറിയറ്റിലേക്ക് വരാൻ മടിക്കില്ല എന്നും മണി പറഞ്ഞു. വനമന്ത്രി ഷിബു ബേബി ജോണിന്റെ പിതാവിന് നല്ല പേരുണ്ടെന്നും അതും വെച്ച് ഉമ്മാക്കി കാണിക്കാൻ വരരുതുമെന്നുമാണ് മണി പറയുന്നത്. മണിയുടെ ഈ വാക്കുകളൊക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. ഇതിനു മുൻപും അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെയാണെന്നും പൂരപ്പാട്ട് എന്താണെന്നും നമ്മൾ മലയാളികൾ കേട്ടതാണ്. അത് വേണ്ട വിധത്തിൽ മണി ആയതുകൊണ്ട് എന്നും പറയാം എന്നുള്ളൊരു ശൈലിയിലേക്ക് വരികയാണ്. ഇപ്പോൾ മണിയെ ഇപ്പോൾ ജനങ്ങൾ സഹിക്കേണ്ടതുണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത്. എന്തായാലും മണി പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നുണ്ട്. ഇതിനെക്കൊണ്ട് തലവേദനയാണല്ലോ എന്ന് പിണറായി വിജയൻ പറയാത്ത ദിവസങ്ങളില്ല എന്ന് വ്യക്തമാകുന്നു. പിണറായി ഇപ്പോൾ തള്ളിക്കളയുകയാണ്. കാരണം പിണറായിക്ക് തന്നെ ഇപ്പോൾ എടുക്കാൻ പോകാത്ത പല പ്രശ്നങ്ങളുമുണ്ട്, മകള് കാരണം. അതുപോലെ തന്നെ സ്വപ്ന സുരേഷ് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പ്രതിപക്ഷത്തിനൊക്കെ തന്നെ ഇപ്പോൾ തലവേദന ഇരട്ടിയാണ്. അപ്പോൾ അതിനിടയിൽ കൂടെ ഈ എക്സ് മന്ത്രിയുടെ ഈ വാക്കുകൾക്കൊന്നും അത് അവരവർ തന്നെ ആയിരിക്കണം ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ് പിണറായിയും ഒഴിയും. അങ്ങനെയാണെങ്കിൽ അടപടലം പൂട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയെങ്കിലും മര്യാദ പഠിക്കട്ടെ എന്നാണ് ജനങ്ങളും ആവശ്യപ്പെടുന്നത്. കാത്തിരുന്ന് കാണാം. എന്തായാലും പ്രതികരണം എന്താണ് നമുക്ക് കേൾക്കാം. ഇങ്ങോട്ട് വരികയല്ല, അവിടെ ഇരുന്ന് ഭരിക്കും. അതിനപ്പുറം ഞാനിപ്പോ പറയുന്നില്ല. ഈ മാധ്യമങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് കൂടുതൽ കടത്തി പറഞ്ഞാൽ അത് നാളെ വിവാദമാകുമെന്നുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്ന് ഞങ്ങളുടെ അണ്ണു കൽപ്പിച്ച അത് തന്നെ. നിങ്ങൾക്കൊക്കെ വീട്ടിൽ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്, ഫോറസ്റ്റുകാരനും പോലീസുകാരനും ഒക്കെ ഇല്ലേ? ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഭാര്യയും മക്കളോടും പിന്നെ ചെല്ലാവുന്നവർക്കല്ല പൊതുപ്രവർത്തനം കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്. വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള മനോഭാവമാണ് ഞങ്ങൾക്കുള്ള. ഇന്നേ വരെ ഞങ്ങൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഞങ്ങളെ അടിച്ചാൽ തിരിച്ചടിക്കും, തമാശല്ല, അടിച്ചാൽ തിരിച്ചടിക്കും, ചേർത്ത് നിൽക്കും. അതിനപ്പുറം ഞാനിപ്പോ പറയുന്നില്ല. ഈ മാധ്യമങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് കൂടുതൽ കടത്തി പറഞ്ഞാൽ അത് നാളെ വിവാദമാകുമെന്നുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്ന കാര്യം പറയാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് ആവശ്യമില്ലാത്ത പണി ചെയ്യിക്കരുത്. നിങ്ങള് ഇടുക്കി ജില്ല രൂപം കൊണ്ട് തന്നെ പോരാട്ടത്തിന്റെ ചരിത്രത്തിലാണ് ഇല്ലേ? ഇവിടെ എന്താ ഉണ്ടായിരുന്നത്? 150-200 വർഷം മുമ്പ് കണ്ണന്തേവം കമ്പനി തേയിലത്തോട്ടം, അത് കഴിഞ്ഞ പിന്നെ പീരിമേടിലെ തേയിലത്തോട്ടങ്ങൾ, മലയാളം പ്ലാന്റേഷന്റെ തോട്ടങ്ങൾ, അത് കഴിഞ്ഞ് പിൽക്കാലത്താണ് ഏലത്തോട്ടങ്ങൾ ഉത്ഭവിച്ചത്. ആ ഏലത്തോട്ടങ്ങൾ ഉണ്ടായത് തന്നെ തമിഴ്നാട്ടിൽ നിന്നും കുടിയേറി കൃഷിക്കാർ കൃഷി ചെയ്താണ് ഇന്നത്തെ ഏല ഉൽപാദനത്തിന്റെ രംഗത്ത് വലിയ പങ്കുവഹിച്ചത്. അതിനുശേഷം കുടിയേറിയവരാണ് ഞങ്ങളെല്ലാം. തൊടുപുഴ താലൂക്കിന്റെ വണ്ണപ്പുറം പ്രദേശം കുടിയൊഴിപ്പിച്ചപ്പോൾ അന്ന് ഞങ്ങളിനെ ചേർത്തിട്ടുണ്ട്. 10 ആണ്ട് മുമ്പ്, 10 വർഷമല്ല. വണ്ണപ്പുറത്തെ സമരം, ചുരുളിലും ചീരിത്തോട്ടിലും സമരം, ആ സമരത്തിലെല്ലാം പങ്കെടുത്തവനാണ്. ആനത്താന്റെ സമരം, എന്തിന് ഈ നാട്ടിൽ നടത്തിയ അയ്യപ്പൻകോയിലെ സമരം, ഈ നാട്ടിൽ ഈ ജില്ലയിൽ ഇടുക്കി ജില്ലയിൽ നിരവധി പോരാട്ടങ്ങൾ, നിരവധി സമരങ്ങൾ നടത്തിയാണ് ഈ മണ്ണിൽ കൃഷിക്കാരെ, മലയോര കൃഷിക്കാരെ ഉറപ്പിച്ചു നിർത്തിയതെന്നും
അവരെ അനുകൂലിക്കുന്ന ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നപ്പം 1957 EMSന്റെ ഗവൺമെന്റും 67 EMSന്റെ ഗവൺമെന്റും പിന്നീട് അധികാരത്തിൽ വന്ന സഖാവ് നായനാരുടെയും BS അച്യുതാനന്ദന്റെയും സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റുകളാണ് എന്നും ഈ ജനതയോടൊപ്പം മലയോടെ ജനതയോടൊപ്പം നിന്നതെന്നും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. ഇപ്പൊ പിന്നെ എന്താ ഈ 2026 ഈ 2026 മെണപ്പുണ്ടാവാൻ കാരണം എന്താ? VD സതീശനാണെന്നോ? VD സതീശൻ തിരുവനന്തപുരത്തിരിക്കും, അതെ, ഇങ്ങോട്ട് വരികയല്ല, അവിടെ നിന്ന് ഭരിക്കും, പോലീസിനെ വിടും. ഞങ്ങളൊരു പുല്ലുപോലെ ഇതെല്ലാം കാണുന്നത്, പോലീസിനെ പുല്ലുപോലെ കടന്ന് ഞങ്ങള് പിന്നെ ഫോറസ്റ്റുകാര് കതർ ധരിച്ചൊന്നുകൊടുന്ന് ഫോറസ്റ്റുകാരെ ഞങ്ങൾ പോകുമോ? അങ്ങനെ ഒരു വിഷയം ഞങ്ങളെ സംബന്ധിച്ചില്ല. ഞങ്ങൾ നേരിടും. മര്യാദ കണ്ടിട്ടുണ്ടല്ലോ, മര്യാദ നടക്കുകയല്ല. നിനക്കൊക്കെ ഉണ്ടല്ലോ വീടും കുടുംബവും ഇല്ലേ ഞങ്ങളെ പോലെ, ഭാര്യയും കുട്ടികളും ഒക്കെ ഇല്ലേ? ഇവിടെ ജീവിക്കണം. അമരാവതിയിലും എന്തിന്? അമരാവതിയില്, അയ്യപ്പൻകോവില്, ചുരുളിയില്, കീരിത്തോട്ടില്, വണ്ണപ്പുറത്ത്, ആനക്കാലില് എണ്ണമറ്റ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പ്രസ്ഥാനമാണ് കേരള കർഷക സംഘവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴെല്ലാമാണ് ഈ മണ്ണിൽ കൃഷിക്കാരെ സംരക്ഷിക്കുകയും പട്ടയം കൊടുക്കുകയും ചെയ്തതെന്ന കാര്യവും ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക.